ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ വിശദമായി മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. കുട്ടിയുടെ സഹോദരിയും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മൂത്ത മകളെയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നതായി അമ്മ ശ്രീതു മൊഴി നൽകിയിരുന്നു. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു. വേരുകളുമായി ഷിജോ കുര്യനും സ്വാന്തന സാജു ചേരുന്നുണ്ട്. ആദ്യം സ്വാന്തനയിലേക്ക്. സ്വാന്തന, അവിടെ വീട്ടിൽ തെളിവെടുപ്പ് നടക്കുകയാണ് എന്നാണ് അറിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്? ധന്യ, ഇപ്പോൾ ഈ കോട്ടുകാൽ കോണത്ത് ഇന്നലെ ഈ സംഭവം നടന്ന 2.5 വയസ്സുകാരി മരിച്ച ആ വീട്ടിലാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയും അതുപോലെ തന്നെ തിരുവനന്തപുരം റൂറൽ എസ് പി ആയിട്ടുള്ള പി സുദർശന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ വീട് പരിശോധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇവരിവിടെ എത്തി ഈ ഒരു പരിശോധനകളൊക്കെ തന്നെ തുടങ്ങിയത്. ആദ്യം ഈ കുട്ടി മരിച്ചു കിടന്ന 2.5 വയസ്സുകാരി മരിച്ചു കിടന്ന കിണറിന്റെ ആ പരിസരവും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് പരിശോധന നടത്തിയത്. അതിനുശേഷം വീടിനുള്ളിലേക്ക് കയറി വീടിനുള്ളിലും പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ സംഘം പുറത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത്, അതുപോലെ തന്നെ ഈ ശ്രീതുവിൻ്റെ അമ്മ ശ്രീകല, ഇവരുടെ മൂത്ത കുട്ടിയും പിന്നെ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഹരികുമാർ, ഇങ്ങനെ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേരുടെയും മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഹരികുമാർ ആദ്യം പറഞ്ഞത് കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കിടന്നു എന്നാണ്. തൻ്റെ മുറിയിൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ചൂടേറ്റാണ് താൻ എണീറ്റത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹരികുമാർ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർത്തും യാദൃശ്ചികമായ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതിലൊക്കെ തന്നെയും എന്താണ് സംഭവിച്ചത്, അത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വീടിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ശ്രമമാണ്, അതൊക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നതായിരിക്കും. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്? അല്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയൻറ്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. സഹോദരിയോടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ദൈവം കിണറ്റിലിടാൻ കാരണം? സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം വ്യക്തമാക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായി എന്താണ് കാരണമെന്ന് ആരും പറയുന്നില്ല. അല്ല, അത് പ്രതി പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ വീട്ടിലെ, കട്ടിൽ കത്തിയത്, അതോടൊപ്പം തന്നെ കയറ് കുരുക്കിട്ട കരയിലൊക്കെ കണ്ടെത്തുന്നത്, അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ, അതിൽ മറ്റെന്തെങ്കിലും? അതെല്ലാം പ്രതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടോ, അത് ശരിയാണെന്നുള്ള പരിശോധിച്ച് മാത്രം അതങ്ങനെ പറയാറായിട്ടില്ല. അത് വിശദമായിട്ട് അന്വേഷിച്ച് മാത്രമേ പറയാനുള്ളൂ. ഇട്ടതിന് ശേഷമാണോ കത്തിച്ചത്? അല്ല, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്രതി പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ തെളിവുകൾ കൂടുതൽ കമ്പയർ ചെയ്തിട്ടൊക്കെ പ്രതി ഏറ്റു പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. അത് കറക്റ്റാണോ എന്ന് അന്വേഷിക്കും. അതെ, അത് നമ്മൾ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് കൺഫേം. അല്ല, അങ്ങനൊന്നും പറയാറായിട്ടില്ല. 2 ദിവസം അന്വേഷണം നടത്തട്ടെ, ബാക്കി കുറെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടല്ലോ. ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഇതാരാണ്, എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. ധന്യ, ഇപ്പോൾ റൂറൽ എസ് പി ആയ എസ് സുദർശനാണ് മാധ്യമങ്ങളെ വിശദമായ മൊഴി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നതുകൊണ്ടായിരിക്കും. മറ്റൊന്ന്, ഇതിലൊരു ആചാര്യനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുമായിട്ടുള്ള കാര്യങ്ങളുടെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്നാണ് പോലീസിന്റെ വിവരങ്ങൾ. സ്വാന്തന സാജു, ഒപ്പം
ഷിജോ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ഷിജോയിലേക്ക്. ഷിജോ, അന്വേഷണത്തിൽ ഏത് ഘട്ടത്തിലാണ്? ഇപ്പം നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ പ്രതിയാണ് കുറ്റവാളി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, ഇല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് എന്ന് ഇപ്പോഴും പോലീസ് പറയുന്നില്ല. പക്ഷേ നമ്മളെന്താണ് മനസ്സിലാക്കുന്നത്? ഏത് ഘട്ടത്തിലെത്തി അന്വേഷണം? തന്നെ ഇപ്പോഴും ഈ 2.5 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടത്താനുണ്ടായ കുറേയധികം കാരണങ്ങളും പ്രതി പറയുന്നുണ്ട്. പക്ഷേ പ്രതി പറയുന്ന കാരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ള കാര്യമാണ് SP സുദർശനൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്. അങ്ങനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിൽ ഈ പ്രതി താൻ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പൂർണ്ണമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ കുറ്റം ചെയ്യാനുണ്ടായ അല്ലെങ്കിൽ ഈ കൃത്യം നടത്താനുണ്ടായ കൊലപാതകം നടത്താനുണ്ടായ കാരണങ്ങൾ ഒന്നല്ല, ഒരുപാട് കാരണങ്ങൾ ഈ പ്രതി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും